പ്രിയമുള്ളവരെ നമസ്കാരം. രേഷ്മ സി കേസ് വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു മനയുടെ ചരിത്രവുമായിട്ടാണ്. തവന്നൂർ മന. മലപ്പുറം ജില്ലയിലെ തവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തവന്നൂർ മനയിൽ നിരവധി ചലച്ചിത്രങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ മനയുടെ ചരിത്രത്തെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് രാമൻകുട്ടി. ഞാൻ ഈ വീട്ടിലെ രംഗമാണ്. തവന്നൂർ മന. ഈ തവന്നൂർ മനയ്ക്ക് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട്? ഇതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ 150 years ഉണ്ടാവും. 150 വർഷം. 150 വർഷം. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ അതിനൊരു മോർ ദാൻ 200 years. ഇത് 200 വർഷത്തിലധികം പഴക്കമുണ്ട് സുധീഷ്. മന എത്രയോ കാലം മുമ്പുള്ളതാണ്. ഇനി ഈ ഒരു മനയിൽ ഷൂട്ട് ചെയ്ത മലയാള സിനിമകൾ ഏതൊക്കെയാണ്? മലയാള സിനിമയിൽ 1970 പി ഭാസ്കരൻ ഡയറക്റ്റ് ചെയ്ത് മധുഷീല ഒക്കെ അഭിനയിച്ച ഉമ്മാച്ചു ഇവിടെയാണ് ആദ്യം. പിന്നെ സി രാധാകൃഷ്ണൻ്റെ കണലാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ജയരാജിൻ്റെ പൈതൃകം, പിന്നെ ദേശാടനം, സ്നേഹം, ജയരാജിന്റെ ദേശാടനം, പൈതൃകം, സ്നേഹം തുടങ്ങിയ സിനിമകളുടെ കുറച്ച് ഭാഗങ്ങൾ. നീലത്താമര പുതിയത് ലാൽജൂസിന്റെ നീലത്താമരയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ജയരാജ് സാറിന്റെ 3 സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ഇല്ലാണ് പൈതൃകം, ദേശാടനം, സ്നേഹം. ഏറെ പ്രസിദ്ധമായ തവന്നൂർ മന 150 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മനയാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൽ നീലത്താമര ഷൂട്ട് ചെയ്ത് ഇവിടെയല്ല, ഇതിൻ്റെ ഔട്ട് ഹൗസിൻ്റെ പുറത്ത്, അവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് ഹൗസ് അപ്പുറത്താണ്. അതുകൊണ്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രദേഴ്സാണ്. 98 മുതൽക്ക് ഞങ്ങൾ പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ അടുത്തടുത്ത് തന്നെ ഇതേ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്നു. മൂത്ത ജ്യേഷ്ഠനാണ് ഇവിടെ ഉള്ള ആൾ. മൂത്ത ജ്യേഷ്ഠൻ സോമയാഗമൊക്കെ ചെയ്ത ആളാണ്. സോമയാജിപ്പാട് എന്നാണ്, പരമേശ്വരൻ സോമയാജിപ്പാട് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതെ മകളുടെ അടുത്തുള്ളത് ആസ്പത്രി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മകളുടെ അടുത്ത തന്നെ വരും. അസുഖമൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ മൊത്തത്തിൽ മനയെ പറ്റി മാത്രമേ അറിയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വഴിക്കൊക്കെ എത്ര വർഷം പഴക്കമുണ്ട്? ഏതാണ്ട് ഈ വയനാട് ഈ ഉള്ള കാലം തന്നെ 150 വർഷത്തിലേറെ പഴക്കമുള്ളൊരു വഴിയാണ് നമ്മൾ. ഇതിനൊരു പേര് പറഞ്ഞില്ല, എന്തൊരു മനപ്പടിയാ? ഇല്ലത്തുപടി എന്നാണ്. ഇല്ലത്തുപടി. ഈ ബസ് സ്റ്റോപ്പിന്റെ പേരും ഇല്ലത്തുപടിയാണ്. പിന്നെ ഒരു 103 acres സ്ഥലം ഈ വീട്ടിലാണ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 150 ഏക്കറിലേറെ സ്ഥലം, 103 ഏക്കറിലേറെ സ്ഥലം ഇവിടുന്ന് വിട്ടുകൊടുത്താണ് തവന്നൂർ അഗ്രികൾച്ചർ കോളേജ് ഫ്രീ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സൗജന്യമായിട്ട് കൊടുത്തു. 103 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു ഈ മന. കേളപ്പൻ, നമ്മുടെ കേരള ഗാന്ധി എന്ന് പറഞ്ഞ കേളപ്പൻ ഉണ്ടായിരുന്നില്ല, അദ്ദേഹമാണ് അതിന് മുന്നിൽ നിന്നിരുന്നത്. ഞങ്ങൾ അന്നത്തെ കാരണവർ വാസുദേവനമ്പൂരി, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ് അന്നതിന് നേതൃത്വം കൊടുത്തത്. ഒരുപാട് ചരിത്രം പേറുന്നൊരു ഇല്ലമാണ് ഈ തവന്നൂർ മന. 2009 പുറത്തിറങ്ങിയ ലാൽ ജോസിൻ്റെ നീലത്താമര എന്ന് പറയുന്ന സിനിമയുടെ ഏതാനും ചില പോർഷൻസ് ചിത്രീകരിച്ച തവന്നൂർ ഇല്ലത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. പരമേശ്വരൻ നമ്പൂരി അദ്ദേഹം സോമയാഗം ചെയ്തിട്ടുണ്ടായിരുന്നു 2007. അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പരമേശ്വരൻ സോമയാജിപ്പാട് എന്ന പേരിലാണ് അറിയപ്പെടാറ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രമണി പത്തനാടി പേരിലാണ് അറിയാറ്. ഇപ്പോഴും അതിൻ്റെ യാഗാഗ്നിയൊക്കെ ഇവിടെ ഞങ്ങൾ തറവാടിൻ്റെ വീട് മനയുടെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. 2 നേരവും അതിനുള്ള ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഞങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടല്ല, ഒരു പൂജാമുറി പോലെ. അവിടെ പൂജയും എല്ലാ കാര്യങ്ങളും നടത്തുന്നു. ഞങ്ങൾ പരദേവതയാണ്. പിന്നെ ഈ മലയ്ക്ക് 10 അമ്പലങ്ങളുണ്ട് ഈ മനയുടെ കീഴിൽ. ഒന്ന് ചെറുതിരുനാവായ ശിവക്ഷേത്രം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം,
ബ്രഹ്മക്ഷേത്രം. ബ്രഹ്മക്ഷേത്രം ആ അതിവിടെ അടുത്ത്. അതെ അടുത്താണ്. അത് നാല് മുഖമുള്ള പ്രതിഷ്ഠയായിട്ട് ബ്രഹ്മാവിൻ്റെ ആകെ ഇന്ത്യയിൽ തന്നെ ഒന്നേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അത് ഇവിടെയാണ്. പിന്നെ നിങ്ങൾ പോരുമ്പോൾ അവിടെ പോയിട്ടൊന്നും അറിയില്ല, കുറ്റിപ്പുറത്ത് പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിൽ ഒരു ഇതാണ് കുറ്റിപ്പുറത്ത് വരുമ്പോൾ മല്ലൂർ ശിവപാർവതി ക്ഷേത്രം കണ്ടുണ്ട്. പിന്നെ വലിയ അന്തിമഹാളങ്കാവ്, ചെറിയ അന്തിമഹാളങ്കാവ്, പിന്നെ എന്താ പറയുക കല്ലൂർ ഭഗവതി ക്ഷേത്രം, പിന്നെ ചെറുവേർപ്പൂര് വൈശ്രവണ ക്ഷേത്രം, അങ്ങനെ ഏതാണ്ട് 10 അമ്പലങ്ങൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുണ്ട്. അതിന് ഉടമയുണ്ട്, ഒരായ്മയൊക്കെ ഉള്ളതല്ലേ. തവനൂർ മനയുടെ മറ്റൊരാകർഷണമായ മനയേക്കാളും പഴക്കമുള്ളതെന്ന് പറയപ്പെടുന്ന കുളത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ നല്ല പാറകളാണല്ലോ. ഇപ്പോൾ ഈ ആൾക്കാർക്ക് ബാത്റൂം തവന്നൂർ മനയുടെ കുളമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കുളത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഈ കുടുംബത്തിലെ അംഗമായ രാമകുട്ടിച്ചേട്ടൻ പറയും. ഇത് ഞങ്ങൾ ഈ വീട്ടിൽ 2 കുളമുണ്ട്. ഇത് പണ്ട് പുരുഷന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന കുളമാണ്. ഇതിന് 3 കടവുണ്ട്. അതിലൊന്ന് പണ്ട് നമ്പൂതിരി സ്ത്രീകൾക്ക് കുളിക്കാൻ വേണ്ടിയൊരു കുളം, നമ്പൂതിരിമാർക്ക് കുളിക്കാൻ വേണ്ടിയൊരു കുളം, മറ്റാൾക്കാർക്ക് കുളിക്കാൻ വേണ്ടി കുളം, അങ്ങനെ 3 കടവായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ പറ്റാത്തൊരു കുളമാണിത്. ഇപ്പോൾ കുളത്തിൻ്റെ ഉപയോഗം എല്ലാവരും ബാത്റൂമിലേക്ക് കുളി മാറ്റിയതിന് ശേഷം വളരെ കുറവാണ്. അത്യാവശ്യം പൂജയ്ക്കൊക്കെ പോകണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഈ മനയുടെ അത്രയും തന്നെ പഴക്കം കാണില്ലേ, 2 നൂറ്റാണ്ടിലധികം. ചിലപ്പോൾ അതിന് അവിടെ ഉണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ, അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 200 വർഷത്തിലേറെ പഴക്കമുള്ളൊരു കുളമാണ്. തവനൂർ മനയിൽ നിന്നുള്ള ഏതാനും കാഴ്ചകളും വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പോരായ്മകൾ ഉണ്ടാകും, എന്നിരുന്നാൽ ലൈക്ക് തരിക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയും വിശേഷമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.